9 മണിയോടെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ വാർഡിലെ 2-ാം നമ്പർ ബൂത്തിലെത്തിയാണ് CPM ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ S ജയമോഹൻ ഭാര്യയോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കുന്നില്ല. വോട്ട് ചെയ്യുന്നതല്ല, വോട്ട് ചെയ്തില്ലല്ലോ. ചെയ്തോളി. സംസ്ഥാന സർക്കാരിന്റെ 10 വർഷത്തെ ഭരണ നേട്ടവും അഞ്ചൽ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയ വികസനവും ജനം വിലയിരുത്തുമെന്നും ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണസമിതിയാകും വരാൻ പോകുന്നതെന്നും ജയമോഹൻ പറഞ്ഞു. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരാവേശകരമായ പ്രതികരണമാണ് അതിരാവിലെ മുതൽ തന്നെ വോട്ടർമാരിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലും നാട്ടിലാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങൾക്ക് ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു മതേതര സങ്കല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന നാടെന്ന നിലയിലുമെല്ലാം ജനങ്ങൾ നല്ല സംതൃപ്തരാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ആളുകൾ ഇത്തരത്തിൽ ആവേശത്തോടുകൂടി പ്രതികരിച്ച് രംഗത്ത് വരുന്നത് എന്നാണ് കാണാൻ കഴിയും. ഗ്രാമപഞ്ചായത്തുകൾ വഴി ഇടതുപക്ഷം നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എല്ലായിടങ്ങളിലും ഇടതുപക്ഷം ജനങ്ങളെ സമീപിച്ചത്. ഇന്നിപ്പോൾ ഞാൻ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നെടിയറ ബൂത്തിലെത്തിയപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താനൊരു സൗകര്യം നെടിയറയിൽ ലഭിച്ചത്. മുമ്പൊക്കെ അവസ്ഥക്കോട്ട് പാറവിളയിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിനുള്ള സൗകര്യം ഒരുങ്ങി എന്ന് പറയുന്നത് തന്നെ ഇവിടെ പകൽ വീടായാലും വനിതാ വിപണന കേന്ദ്രമാണെങ്കിലും ലൈബ്രറി ആണെങ്കിലും ഫിറ്റ്നസ് സെൻ്റർ ആണെങ്കിലും അങ്ങനെ തുടങ്ങി ഓഡിറ്റോറിയം ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും മികച്ച ആശുപത്രി ആണെങ്കിലും ഇതെല്ലാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ തവണയും ഇടതുപക്ഷം മാത്രം വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ഒരു സ്ഥലത്ത് ത്രിതല സംവിധാനങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഗ്രാമത്തിൻ്റെ വികസനം ലഭ്യമാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ നേട്ടങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നത്. നാട്ടുവാർത്ത അഞ്ചൽ.